യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഉള്ള വലിയ പ്രതിസന്ധികൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വിഷമങ്ങളെല്ലാം കർത്താവെ ഏറ്റെടുക്കണമേ. ഈശോ, ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങളെല്ലാം ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള വളരെ മനോഹരമായ ഒരു സംഭവമാണ്. ഒരിക്കൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരമ്മ, കൊല്ലം സ്വദേശിനിയാണ്. അവരുടെ 3 മക്കളെയും അവരെയും ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയോടൊപ്പം നാടുവിട്ടു. ഈ അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. മീൻ വിറ്റും അടുക്കള പണി ചെയ്തും ഒക്കെ കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ പഠിപ്പിച്ചു. മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ മക്കളൊക്കെ ആയിത്തീർന്നു. അങ്ങനെ ജീവിതത്തിൽ ദൈവം ആ കുടുംബത്തെ കൈപിടിച്ച് നടത്തി. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു പോയിട്ടും മക്കൾക്ക് വേണ്ടി ജീവിതം കൊടുത്തൊരു അമ്മ, വലിയ ദൈവഭക്തിയുള്ള ഒരമ്മയെക്കുറിച്ച്, മക്കളെയും മരുമക്കളെയൊക്കെ ഒത്തിരി സ്നേഹിച്ച ഒരമ്മയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. റൂത്തിൻ്റെ പുസ്തകത്തിൽ നവോമി എന്ന അമ്മയെക്കുറിച്ച് നമ്മളിന്ന് അതാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. മൊവാബിയ ദേശത്ത് ജീവിച്ച ഒരു കുടുംബമാണ് എലീമേലെക്കും നവോമിയും, ഭാര്യ ഭർത്താക്കന്മാർ. അവർക്ക് 2 ആൺമക്കളുണ്ട്, മഹലോനും കിലിയോണും. മഹലോൻ്റെ ഭാര്യയുടെ പേരാണ് റൂത്ത്, കിലിയോൻ്റെ ഭാര്യയുടെ പേര് ഓർഫ. അവർ 10 വർഷക്കാലം മൊവാബ് ദേശത്ത് താമസിച്ചു. ഇവർ ബേത്ലഹേമിൽ ജീവിച്ചവരാണ്, അവിടെ ജനിച്ചു വളർന്നവരാണ്. അവർ ബേത്ലഹേം വാസികളാണ് അവർ. അങ്ങനെ അവർ മൊവാബിയ ദേശത്ത് ജീവിക്കുമ്പോൾ മഹ്ലോൻ വിവാഹം കഴിച്ച റൂത്ത് എന്ന സ്ത്രീ ഒരു മൊവാബിയ സ്ത്രീയാണ്. ദൈവത്തിൻ്റെ വലിയ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. ക്രിസ്തു ഈ ഭൂമിയിൽ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ജനിച്ചത് എന്നതിൻ്റെ വലിയ ഒരു തെളിവാണ് റൂത്ത്. നവോമിയുടെയും എലീമേലെക്കിൻ്റെയും 2 മക്കൾ. ഈ 2 മക്കളും, ആദ്യം എലീമേലെക്ക് മരിച്ചുപോയി, പിന്നീട് മക്കൾ 2 പേരും മരിച്ചുപോയി. ഈ 2 മക്കൾക്കും മക്കളില്ലായിരുന്നു. മൊവാബിയ ദേശത്ത് വലിയൊരു ക്ഷാമമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നവോമി ഇങ്ങനെ കേട്ടു, ബേത്ലഹേം ദേശത്ത് ഭക്ഷണമൊക്കെ കിട്ടും. അപ്പം തിരിച്ച് ഈ മരുമക്കളെയുമായിട്ട് ബേത്ലഹേം ദേശത്തേക്ക് നവോമി മടങ്ങുകയാണ്. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തുഷ്ട എന്നാണ്. അടിയുറച്ച വിശ്വാസ ജീവിതം നയിക്കുന്ന യഹൂദ സ്ത്രീയാണ് നവോമി. ഈ നവോമി ദൈവത്തിൽ ആശ്രയിച്ചു. ബേത്ലഹേമിലേക്ക് പോകുന്ന വഴിയിൽ അവർ യൂദയായുടെ ഭാഗത്ത് എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നപ്പോൾ
നവോമി തൻ്റെ മക്കളോട് പറയുക, മരുമക്കളോട് പറയുകയാണ്, അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. നിങ്ങൾ വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവരെ ചുംബിച്ചു, മരുമക്കളെ ചുംബിച്ചു സ്നേഹത്തോടെ. അവർ പൊട്ടിക്കരഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു. നവോമി പറയുക, ഇനി നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോയിക്കൊള്ളുക. കാരണം എൻ്റെ മക്കൾ രണ്ടുപേരും, ആൺമക്കൾ രണ്ടുപേരും മരിച്ചുപോയി, കുഞ്ഞുങ്ങളുമില്ല. ഇനി നിങ്ങൾ പോവുക, നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് വേറെ വിവാഹം കഴിക്കാനായിട്ട് പറയുക. എന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവരെ ചുംബിക്കുന്ന അമ്മ, മലയാള ഭാഷയിൽ പറഞ്ഞാൽ അമ്മായിയമ്മ. ഇവിടെ അമ്മായിയമ്മയും മരുമക്കളും തമ്മിലുള്ള ആ വലിയ ഒരു സ്നേഹത്തിൻ്റെ ബന്ധം നമ്മൾ കാണുകയാണ്. ഇന്ന് നമുക്കറിയാം, അനേക കുടുംബങ്ങളിൽ മക്കളും മരുമക്കളും അമ്മായിയമ്മയും അപ്പനും ഒക്കെ തമ്മിൽ വഴക്കും ബഹളവും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അമ്മായിയമ്മയും മരുമക്കളും തമ്മിലുള്ള പോരും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്, വിഷയങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ കുറേയൊക്കെ വിദ്യാഭ്യാസവും അറിവൊക്കെ ആയിട്ട് അതിനൊക്കെ കുറവ് വന്നിട്ടുണ്ടാവാം. എങ്കിൽ പോലും ചില കുടുംബങ്ങളിൽ ഞങ്ങളുടെ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പം അതൊക്കെ ഒന്ന് മാറ്റേണ്ട കാലമൊക്കെ കഴിഞ്ഞുപോയി. ഈ നവമി പറയുക, ഇനി എനിക്ക് പുത്രന്മാരില്ല, ഇനി പുത്രന്മാരുണ്ടായി വലുതായി, പിന്നെ എനിക്കറിയില്ല അങ്ങനൊരു ജീവിതം, അതുകൊണ്ട് നിങ്ങൾ പോയി വിവാഹം കഴിക്കാനൊക്കെ. അപ്പോൾ കിലിയോൻ്റെ ഭാര്യ ഓർഫ, അവൾ കരഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് യാത്ര പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. അമ്മ പറഞ്ഞത് കേട്ടു. അവൾ പറഞ്ഞു, ഞാൻ അമ്മയെ വിട്ടുപിരിയാൻ എനിക്ക് വിഷമമുണ്ട്, എന്നാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൾ പോയി. ഹല്ലേലൂയ. 14-ാമത്തെ വചനം പറയുന്നു, റൂത്ത് 1:14, അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഓർഫ അമ്മായിമ്മയെ ചുംബിച്ച് വിടവാങ്ങി. റൂത്ത് അവളെ പിരിയാതെ നിന്നു. റൂത്ത് അമ്മായിയമ്മയെ പിരിയാതെ നിന്നു. നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെപ്പോലെ നീയും പോകുക. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എനിക്ക് ശിക്ഷ നൽകി കൊള്ളട്ടെ. നോക്കൂ, റൂത്ത് പറയുക, അമ്മയെ വിട്ട് ഞാൻ പോകത്തില്ല. നമ്മളെ ഇനി വേർപെടുത്തുന്നത് മരണം മാത്രമായിരിക്കും. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ വിട്ട് ഞാൻ പോവത്തില്ല, എൻ്റെ അമ്മയുടെ ആൾക്കാരെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട് ഞാൻ പോവത്തില്ല. ഹല്ലേലൂയ. എത്ര നല്ല മനസ്സല്ലേ റൂത്തിൻ്റെ മനസ്സ്. ഭർത്താവിൻ്റെ വീട്ടുകാരെ വിട്ട് ഞാൻ പോകത്തില്ല. ഭർത്താവൾക്ക് മരിച്ചുപോയി, ഭർത്താവിന് കുഞ്ഞുങ്ങളുമില്ല. എന്നിട്ടോള് പറയുക, ഞാൻ ഭർത്താവിൻ്റെ വീട്ടുകാരെ വിട്ടു പോവില്ല. അവൾ നവോമിയോടൊപ്പം ബേത്ലഹേമിൽ എത്തിച്ചേരുകയാണ്. ഈ നവോമിയുടെ ജീവിതം, നവോമിയോടൊപ്പം റൂത്ത് ഒന്നിച്ചുണ്ടായിരുന്നു. സങ്കടങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലുമൊക്കെ അവർ ബേത്ലഹേമിൽ എത്തിച്ചേർന്നു. ഹല്ലേലൂയ. അവിടെ അവർ താമസം ആരംഭിച്ചു. പിന്നീട് ജീവിക്കണ്ടേ? അമ്മായിയമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം, ഇവൾക്ക് ഭക്ഷണം കഴിക്കണം. അങ്ങനെ അവള് കാലാവൃക്കുവാനായിട്ട്, ഇവിടെ നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു, നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്ന പേരായ ഒരു ധനികനുണ്ടായിരുന്നു. ബോവാസ് എന്ന പേരായ ഒരു ധനികനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ബാർലി, ഗോതമ്പ് അങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ ഉണ്ട്. അവിടെ കാലാപറുക്കാൻ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഇവള് അമ്മായിമ്മയും പോറ്റി സ്വസ്ഥമായിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. റൂത്ത് 2-ാം അധ്യായത്തിൽ 12-ാം വചനം പറയുന്നു, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന
ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയാ. കൃഷിയിടങ്ങളിൽ റൂത്ത് കാലാപെറുക്കുമ്പോൾ ബോവാസ് അന്വേഷിച്ചു, ഇതാരാണ്, ഈ സ്ത്രീ ഏതാണ്? മറ്റുള്ളവർ പറഞ്ഞു, നവോമിയുടെ മകൻ്റെ ഭാര്യ, മകൻ മരിച്ചു, മകൻ്റെ ഭാര്യയാണിത്. ഉടനെ ബോവാസ് പറയുന്നു, അവൾക്ക് ശല്യമൊന്നും ചെയ്യണ്ട, അവൾ കാലാപെറുക്കട്ടെ, ആവശ്യത്തിൽ കൊണ്ടുപോട്ടെ, നമ്മുടെ ബാല്യത്തോട്ടത്തിലും ഗോതമ്പിൻ്റെ വിളവെടുപ്പൊക്കെ കഴിയുന്നവരെ അവളെ എല്ലാം ശേഖരിച്ചോട്ടെ, കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുക. അതിന് അനുവാദം കിട്ടിയപ്പോഴാണ് അവൾ പറയുകയാണ്, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. നമ്മൾ നന്മ ചെയ്താൽ, മറ്റുള്ളവരെ സഹായിച്ചാൽ, ഉപകാരം ചെയ്താൽ, ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ, ഒരു പാത്രം വെള്ളം കൊടുത്താൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്ന കർത്താവ് ഇവിടെ റൂത്തിനെയും നവോമിയെയും അനുഗ്രഹിക്കുകയാണ്, ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 2:20 പറയുന്നു, നവോമി മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോട് മരിച്ചവനും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ, ബോവാസിനെ അനുഗ്രഹിക്കട്ടെ. അവർ തുടർന്നു, അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റബന്ധു. റൂത്ത് പറഞ്ഞു, കൊയ്ത്ത് മുഴുവൻ തീരുവോളം വേലക്കാരുടെ ഉണ്ടായിരിക്കണമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. നവോമി മരുമോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസ്യമായിട്ട് കൂടെ പോകുന്നതാണ് നല്ലത്. അങ്ങനെ ബാല്യയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നവരെ അവൾ ബോവാസിൻ്റെ ദാസ്യമാരോട് ചേർന്ന് കാലാപെറുക്കി തൻ്റെ അമ്മായിയമ്മയോടൊത്ത് ജീവിച്ചു. ആ കഷ്ടപ്പാടിലും ഞെരുക്കങ്ങളിലും ദാരിദ്ര്യത്തിലും വേദനയുമെല്ലാം അമ്മായിയമ്മയോട് കൂടെ ജീവിക്കുന്ന റൂത്ത്, ഈ റൂത്തിൻ്റെ നല്ല മനസ്സ് കാണുന്ന ദൈവം റൂത്തിനെ അനുഗ്രഹിച്ച് ഉയർത്തുകയാണ്. ഒരു ദിവസം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നവോമി റൂത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇന്ന് രാത്രിയിൽ ധാന്യങ്ങൾ കിടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകണം. അവിടെ പോയി ബോവാസ് ഉറങ്ങുമ്പോൾ അവൻ്റെ കാൽ ചുവട്ടിൽ നീ കിടക്കണം, മറ്റാരും അറിയരുത്. അമ്മായിയമ്മ പറഞ്ഞതുപോലെ തന്നെ അവൾ ചെയ്തു. ബോവാസ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. ആ ധാന്യപ്പരയുടെ കിടക്കുമ്പോൾ ബോവാസിൻ്റെ കാൽപാദത്തിൻ്റെ ചുവട്ടിൽ ഇവളും പോയി കിടന്നു. ഉറക്കം നിറഞ്ഞപ്പോൾ ബോവാസിന് ഇട്ടുപോയിതാ ഒരു സ്ത്രീ കിടക്കുന്നു. അവൾ ചാടി എഴുന്നേറ്റു. ബോവാസിന് മനസ്സിലാകുന്നു ഇത് റൂത്താണെന്ന്. ഹല്ലേലൂയ. റൂത്ത് പറയുകയാണ്, റൂത്ത് ഇപ്രകാരം പറയുന്നു, ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ധാന്യകുമാരത്തിൻ്റെ അരിയിൽ കിടന്നുറങ്ങി. അപ്പോൾ അവൾ സാവധാനം ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർന്നു കഴിഞ്ഞപ്പോൾ ബോവാസ് പറയുകയാണ്, അവൻ മറുപടി പറഞ്ഞു, മകളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തിലും വലുതാണ്. നീ ഒരു ഉത്തമയായ സ്ത്രീയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ ഒരു ഉത്തമയായ സ്ത്രീയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. അവിടെ വെച്ച് ബോവാസ് റൂത്തിനെ വിവാഹം കഴിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ബോവാസ് റൂത്തിനെ പിന്നീട് വിവാഹം കഴിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, റൂത്തിനെ വിവാഹം കഴിക്കുന്നു. 3-ാം അധ്യായം 18. നവോമി പറഞ്ഞു, മകളെ, കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. കാര്യം തീരുമാനിക്കുന്നവരെ അവൻ അടങ്ങിയിരിക്കില്ല. ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലയ എന്നിവരെ പോലെ ആക്കട്ടെ.
നീ എഫ്രാത്തായിൽ ഐശ്വര്യവാനും ബേത്ലഹേമിൽ പ്രസിദ്ധനുമായി തീരട്ടെ. റൂത്തും ബോവാസും തമ്മിലുള്ള വിവാഹം നടന്നു. എല്ലാവരും അനുഗ്രഹിച്ച വാക്കുകളാണ് ഞാൻ ഈ വായിച്ചത്. എല്ലാവരും അനുഗ്രഹിക്കുകയാണ് റൂത്തിനെയും ബോവാസിനെയും. അവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. ഹല്ലേലൂയ. ഇവിടെ റൂത്തിൻ്റെ വിവാഹം നടന്നു. അവൾക്ക് മക്കളിലായിരുന്നു, വിവാഹം നടന്നു. അവിടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നു. ഭർത്താവ് മരിച്ചിട്ട് വിധവയായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ട്. അവർ വളരെയേറെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ, പാപകരമായ ബന്ധങ്ങളിലൊക്കെ വീണ് ആത്മനാശത്തിലേക്കും ജീവിത തകർച്ചയിലേക്കും പോകാൻ വലിയ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. അവൾ വിധവകളായ ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരിമാർ, മാതാപിതാക്കളൊക്കെ ബന്ധപ്പെട്ട് വീണ്ടും ഒരു നല്ല വിവാഹമൊക്കെ നടത്തി കുഞ്ഞുങ്ങൾക്കൊക്കെ ജന്മം നൽകി അങ്ങനെ കുടുംബജീവിതം നയിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ഇന്നത്തെ ലോകം നമുക്കറിയാം, പാപത്തിന് വലിയ സാധ്യതയുള്ള ലോകം. സ്ത്രീകളെ കെണിയിലാക്കാൻ വേണ്ടി കഴുകൻ കണ്ണുകളുമായിട്ട് നടക്കുന്ന പുരുഷന്മാർ, എന്തെല്ലാം അല്ലേ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടക്കുന്ന കലഹങ്ങളും വിവാഹങ്ങളും ബഹളങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യൗവനത്തിൽ ഭാര്യ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരും മറ്റൊരു വിവാഹം കഴിച്ച് ശാന്തമായിട്ട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒത്തിരി നല്ലതാണ്. പ്രാർത്ഥനയിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്നല്ല, അത് ജീവിതത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതൊരിക്കലും ഒരു തെറ്റല്ല, സഭ അനുവദിക്കുന്നുണ്ട്. ബോവാസ് റൂത്തിനെ ഒത്തിരിയേറെ സ്നേഹിച്ചു. അവരുടെ വിവാഹ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹം ചൊരിഞ്ഞു. റൂത്ത് ഗർഭിണിയായി, അവള് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഹല്ലേലൂയ. റൂത്തിൻ്റെ പുസ്തകം 4-7 അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓബദ് എന്ന് അവന് പേരിട്ടു. അവൻ ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവാണ്. ഹല്ലേലൂയ. ഈ ഓബദ് ആരാണ്? ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവാണ്. ജസ്സയുടെ പിതാവായ ഓബദ്. ആ ഓബദിനാണ് റൂത്ത് ജന്മം കൊടുക്കുന്നത്. റൂത്ത് 4-22 ബോവാസ് ഓബദിൻ്റെയും ഓബദ് ജസ്സയുടെയും ജസ്സെ ദാവീദിൻ്റെയും പിതാവായിരുന്നു. ഇനി വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഓബദ് ആരാണ്? റൂത്തിൻ്റെ മകനാണ്. ബോവാസ് പിതാവാണ്. ദൈവം അവളെ അനുഗ്രഹിച്ചു. വിശ്വസ്തതയ്ക്ക് അവൾ ഒരു മാതൃകയായി തീർന്നു. അവിടെ അവൾ മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നയുമായ ബോവാസിൻ്റെ ഭാര്യയായി. അതുവഴി അവളുടെ പേര് ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിൽ ഉണ്ടോ? ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിൽ. കാരണം ദാവീദിൻ്റെ വംശത്തിലാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. യേശുവിൻ്റെ വംശാവലിയിലും അവൾ ഉൾപ്പെട്ടു. അവൾ യേശുവിൻ്റെ വംശാവലിയിൽ, ദാവീദിൻ്റെ പട്ടികയിൽ ഒരു വിജാതീയ സ്ത്രീ, ഒരു മോവാബിയ സ്ത്രീ ഉൾപ്പെടുകയാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിൻ്റെ സൂചന ഇതുവഴി നമുക്ക് ലഭിക്കുന്നു. ആ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ്. അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അവിടെ യേശുവിൻ്റെ വംശാവലിലിതാ ഒരു മോവാബിയ സ്ത്രീ റൂത്ത്. ഹല്ലേലൂയ. ഈ റൂത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ റൂത്തിൻ്റെ മനസ്സ് നിർമ്മലമായ മനസ്സായിരുന്നു. ഭർത്താവ് മരിച്ചിട്ടും ഭർത്താവിൻ്റെ അമ്മയെ തള്ളിപ്പറയാതെ
ആ അമ്മയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു നല്ല സ്ത്രീ ഉണ്ടോ? അവളെ കർത്താവ് അനുഗ്രഹിക്കുക. നല്ല സ്ത്രീകളെയും കർത്താവ് അനുഗ്രഹിക്കും. നല്ല മനസ്സുള്ള സ്ത്രീകളെ ഉറപ്പായിട്ടും കർത്താവ് അനുഗ്രഹിക്കും, ഒരു സംശയമില്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, ദൈവം ഇന്ന് ഏറ്റവും അധികം വേദനിക്കുന്നത് എന്തിനെ ഓർത്താ? തകരുന്ന കുടുംബങ്ങളെ ഓർത്ത്, തകർന്നടിഞ്ഞ ദാമ്പത്യ ബന്ധങ്ങളെ ഓർത്ത കർത്താവ് ഇന്ന് വേദനിച്ചു കൊണ്ടിരിക്കുന്നത്. ഈയിടെ അറിയാൻ സാധിച്ചു, ഒരു വ്യക്തി ഷെയർ ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ മകള് നാട്ടിൽ വന്നു, UK വന്നു, വിവാഹം കഴിച്ചിട്ട് മടങ്ങി. പിന്നീടാണ് അറിയുന്നത് അവൾക്ക് UK ഭർത്താവും ഉണ്ട്, വേറെ കുട്ടിയുണ്ട്. നാട്ടിൽ മാതാപിതാക്കൾക്ക് കുടുംബത്തിലുള്ളവർക്കൊന്നും അറിയത്തില്ല. അവൾ ഏതാനും വർഷമായിട്ട് UK അവിടെ ഭർത്താവും കുട്ടിയുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു കല്യാണം കഴിച്ചു, എന്നിട്ട് അവൾ പോയി. എങ്ങനെയുണ്ട്? ഇതുപോലെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായ വളരെ വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളുമുണ്ട്. എനിക്കറിയാവുന്നൊരനുഭവം, വളരെ അടുത്തറിയാവുന്നൊരു സഹോദരൻ, ഭാര്യയും 2 കുട്ടികളും ഒരു സുപ്രഭാതത്തിൽ ഇതാ ഭാര്യ വീട്ടിലില്ല. കേസ് കൊടുത്തു, അന്വേഷണം ആരംഭിച്ചു, കാമുകൻ്റെ കൂടെ സ്ഥലം വിട്ടു. 2 മക്കളെ ഉപേക്ഷിച്ചിട്ട് കാമുകൻ്റെ കൂടെ പോയി. കുടുംബങ്ങളുടെ തകർച്ചയിൽ, ദാമ്പത്യ ബന്ധങ്ങളുടെ പരാജയങ്ങളിൽ, വിവാഹമോചനങ്ങളിൽ ദൈവം ഇന്ന് വേദനിക്കുകയാണ്. ലോകമെമ്പാടും കുടുംബ തകർച്ച നമ്മൾ കാണുകയാണ്. സ്ത്രീയും വിവാഹം കഴിക്കുന്നു, പുരുഷൻ വിവാഹം കഴിക്കുന്നു. എത്ര ലജ്ജാകരമാണ്! ഇല്ല, ലോകത്തെമ്പാടും നടക്കുന്ന കാര്യങ്ങളായത്. കുടുംബ ബന്ധങ്ങളുടെ പവിത്രത നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിശ്വസ്തതയിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇന്ന് ഒത്തിരിയേറെയുണ്ട്. കുടുംബജീവിതത്തിന് വിശുദ്ധിയൊക്കെ നഷ്ടപ്പെടുത്തി, വിവാഹത്തിന് മുൻപ് പോലും ലൈംഗികമായ ബന്ധങ്ങളിലും ജീവിച്ച സ്ത്രീ പുരുഷന്മാർ, വിവാഹത്തിന് മുൻപ് അബോർഷൻ നടത്തിയ പെൺകുട്ടികൾ, പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളായതൊക്കെ. വിശുദ്ധിക്കോ ഒന്നും ഒരു വില കൊടുക്കാത്ത ഒരു സമൂഹം. ദാമ്പത്യ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നതിൻ്റെ പിന്നിൽ ഇതുപോലുള്ള പല കാര്യങ്ങളുമുണ്ട്. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും അവിശ്വസ്തത കാണിക്കരുത്. വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷവും വിശുദ്ധമായ ജീവിതം നയിക്കാം. റൂത്തിൻ്റെ ആ മനോഹരമായ ജീവിതത്തിൽ നമ്മൾ കാണുന്നു, ഭർത്താവിൻ്റെ കുടുംബത്തെയും അവൾ ഒത്തിരി സ്നേഹിച്ചു. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിൻ്റെ കുടുംബത്തെ സ്നേഹിക്കണം. ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ നിങ്ങളുടെ മാതാപിതാക്കളായിട്ട് നിങ്ങൾ കാണണം. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യയെ ഒത്തിരി സ്നേഹിക്കണം, ഭാര്യയുടെ മാതാപിതാക്കളെയും സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയൊക്കെ വേണം. കുടുംബജീവിതത്തിൽ അങ്ങനെ ആവട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബം സ്വർഗമായിട്ട് മാറും. ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, നിങ്ങളുടെ കുടുംബം സ്വർഗമായി തീരട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ, ആനന്ദം കൊണ്ട് നിറയട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് മാതാപിതാക്കളെയും മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തകർന്നുപോയ ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. മനസ്സുകൊണ്ട് അകന്നു ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ മനസ്സുകൾ ഒന്നായിത്തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കലഹങ്ങൾ, ഭിന്നതകൾ, അവിശ്വസ്തതകൾ കുടുംബത്തിൽ നിന്ന് മാറിപ്പോവട്ടെ. കടബാധ്യതയുള്ള കുടുംബ തകർച്ചകൾ മാറിപ്പോവട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ കൊടുക്കണമേ. വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്ത യുവതിയുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. അവരുടെ വിവാഹം നടക്കട്ടെ. എല്ലാ തകർച്ചകളിൽ നിന്ന് വിടുവിക്കണമേ. യേശുവേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മുറിവേറ്റ കരം നീട്ടണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിതാവേ നന്ദി, പിതാവേ സ്തുതി. ആമേൻ. യേശുവേ, യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ, യേശുവേ നീ മാത്രം രക്ഷകൻ.